ഞാനിവിടെ വന്നത് എൻ്റെ ഈ കൃപാസന അമ്മയ്ക്കും എൻ്റെ തിരുക്കുമാരനും നന്ദി പറയാനാണ്. എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് വന്നത്. ഞാനൊരു ഹിന്ദു സ്ത്രീയായിരുന്നു. എൻ്റെ പേര് കൃഷ്ണകുമാരിയാണ്. തിരുവനന്തപുരം ജില്ല ആരനാട് എന്നൊരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് 2 മക്കളും 4 ചെറുമക്കളുമുണ്ട്. എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. ഞാനിവിടെ കൃപാസനം എന്ത് എന്ന് എനിക്കറിയില്ലായിരുന്നു. പലരും വരും, കൃപാസനത്തിൽ വരും. വന്നിവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പത്രങ്ങൾ പലർക്കും കൊടുക്കും. അവിടെ ഞങ്ങളുടെ നടയിൽ ഒരു കുരിശടിയിൽ കൊണ്ടുവയ്ക്കും. കൃപാസനം വിളിച്ചാൽ വിളിയാക്കുന്ന സ്ഥലമാണ്. എന്ത് വിചാരിച്ചാലും നടത്തിത്തരും, എന്ത് പ്രാർത്ഥിച്ചാലും കിട്ടും എന്ന് പറയുന്നവർ പലരും പറയുന്നത് ഞാൻ കേട്ട്. എന്നാൽ എനിക്ക് മനസ്സിൽ ആഗ്രഹമുണ്ട്, കൃപാസനത്തിൽ പോകണം. ആലപ്പുഴയിൽ എങ്ങനെ പോവും എനിക്കറിയില്ല, അതിനുള്ള നിവൃത്തിയില്ല. ഞങ്ങൾ വലിയ കടബാധ്യതയിലായിരുന്നു. ഞാനും എൻ്റെ ഭർത്താവ് മാത്രമാണ് എൻ്റെ വീട്ടിൽ ഇപ്പോഴുള്ളത്. 2 മക്കളും 2 ഭവനങ്ങളിലാണ്. ഭർത്താവിന് വളരെ കടമാണ്. ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചെറിയ ചെറിയ രോഗങ്ങളുണ്ട്. അങ്ങനെ എങ്ങനെ വരും, ഒരു ദിവസം പോകണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ഒരു ദിവസം ബാങ്കിൽ എനിക്കൊരു ചിട്ടിയുണ്ട്. ആ ചിട്ടി അടച്ചിട്ട് വന്നപ്പോൾ എനിക്ക് ഒരു കൈയെടുത്ത് പൊക്കാൻ പറ്റുന്നില്ല. എൻ്റെ നെഞ്ച് വേദന എന്തെന്ന് എനിക്കറിയില്ല. വീട്ടിൽ വന്ന് കയറി ശരീരം മൊത്തം വേദന, പനി പോലെയും ദേഹം വിറയ്ക്കുന്നത് പോലെ. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ നെഞ്ചിൽ ഒരു വലിയ മുഴ കണ്ട്. എന്തെന്ന് ഞാൻ ആ പാടെ തകർന്നു പോയി. ഇതെന്താണ്, ക്യാൻസറാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ആ വീട്ടിൽ ഞാൻ മാത്രമേ അപ്പോഴുണ്ടായിരുന്നുള്ളൂ. ഉടനെ ഞാൻ ഫോണെടുത്ത് മോളെ വിളിച്ച്, ഭക്ഷണം പോലും കഴിക്കുന്നില്ല. എനിക്കിങ്ങനെ നെഞ്ചിലൊരു മുഴ, മക്കളെ എന്തെന്ന് എനിക്കറിയില്ല, എൻ്റെ ശരീരമൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അവൾ പറഞ്ഞു, അമ്മ ഇതെന്ന് ഇന്ന് കണ്ടതാണ്, എനിക്ക് ഇന്നാണ് ഇത് വേദന തോന്നിയത്. ശരിക്കും 5-6 ദിവസം കൊണ്ട് എനിക്ക് വയ്യ, ഇന്ന് എനിക്ക് ശരിക്കും വേദന തോന്നണ്. ആശുപത്രി പോകുമോ കാരക്കുണത്തെന്ന് ചോദിച്ച്. ഇന്ന് വൈകുന്നേരം ആയില്ലേ, ഞാൻ പറഞ്ഞില്ല മക്കളെ, നാളെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ്. പിറ്റേന്ന് എൻ്റെ ഭർത്താവും വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. ഞാനും എൻ്റെ മകളെ ഭർത്താവും അവൾക്ക് 2 പെൺമക്കളാണ്. ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് നേരെ കാരക്കുണ ആശുപത്രി പോയി. അവിടെ പോയി കണ്ണീരൊഴുകി ഞാൻ കണ്ണീരോടെയാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോണ. എൻ്റെ കൃപാസന അമ്മയെ എനിക്കറിയില്ല, അവിടെ ഏത് പള്ളിയാണ്, കൃപാസനത്തെ എവിടെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ക്യാൻസർ ആവല്ലേ, എൻ്റെ ഒരു അവയവം നഷ്ടപ്പെട്ട എന്നെ അന്വേഷിക്കാൻ ആരുമില്ല, ഞാൻ തകർന്നു പോവും. അത് വരുന്ന ആ അസുഖമാണെങ്കിൽ ഞാൻ മരിക്കണതാണ് നല്ലത്. ഞാൻ ആരോടെ പോയി ഒതുങ്ങും, ആരെന്നെ അന്വേഷിച്ചെടുക്കും എന്നെനിക്കറിയില്ല. ആശുപത്രി പോയി ഡോക്ടർ എന്നെ വിളിച്ച് റൂമിൽ കയറ്റി. ഒരു നേഴ്സും കൂടെ വന്ന് അവർ നോക്കിയപ്പം ചോദിച്ച്, ഇതെപ്പോഴാണ് അമ്മയെ കണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്നലെയാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. ഇത് ഇന്നലെ അല്ലല്ലോ, ഇത് ശരിക്കും ദിവസമായ കേസാണല്ലോ, ഇന്നലെ കണ്ടതാണ്, ഞാൻ ഇന്നലെയാണ് ശ്രദ്ധിച്ചത്. ഇന്നലെ ബാങ്കിൽ പോവേണ്ട ആവശ്യമുണ്ടായിരുന്നു, പോയിട്ട് വന്നപ്പോൾ എനിക്ക് ശരീരം വേദന. അങ്ങനെ നോക്കി വലിയൊരു മുഴ കണ്ട് മാളെ വിളിച്ച്. അങ്ങനെയാണ് ഇന്ന് വന്നത്. അത് സ്കാനിങ് എടുക്കണമ്മ എന്ന് പറഞ്ഞ്. ആരുണ്ട്, മകളുണ്ട്, മകളെ ഭർത്താവുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. അവർ ഉടനെ വേറെ എന്തൊക്കെ അസുഖമുണ്ട്, എനിക്ക് തൈറോയ്ഡ്, 10 വർഷം കൊണ്ട് ഞാൻ തൈറോയ്ഡിന് ഗുളിക കഴിക്കണ്. ഞാൻ ഒന്നും അതിൽ ചെക്കപ്പ് ചെയ്തിട്ടില്ല. എനിക്ക് കാല് വേദന വന്ന് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എനിക്ക് തൈറോയ്ഡ്. ഞാൻ സ്വന്തമായിട്ട് ഡോക്ടറെ കാണിച്ച് 10 വർഷം കൊണ്ട് 100 ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് സ്കാനിങ് എടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം കൂടെ ആയപ്പോഴേ ഈ ഡോക്ടർ എന്നെ ശരിക്കും വഴക്ക് പറഞ്ഞ്. അവർ ഉടനെ പറഞ്ഞ് സ്കാനിങ് എടുക്കണം, തൊണ്ടയ്ക്കും എടുക്കണം, നെഞ്ചിൽ സ്കാനിങ് എടുക്കണമെന്ന് പറഞ്ഞ്. ഉടനെ എന്നെ റൂമിൽ കയറ്റി. ഞാൻ റൂമിൽ എന്നെ കൊണ്ടുവന്ന് ഡ്രസ്സ് മാറ്റിയപ്പോൾ എൻ്റെ നെഞ്ചിനകത്തെല്ലാം കൃപാസന മേരെ വിളിയായിരുന്നു. ഞാൻ പൊട്ടി കണ്ണീരൊഴുകി കരഞ്ഞപ്പോൾ അവിടെ നിൽക്കുന്ന കൊച്ചു പെമ്പിളേർ നേഴ്സ് പറയണ്, അമ്മയെ പേടിക്കണ്ട, പലർക്കും ഇങ്ങനെ വന്ന് പല കേസായിട്ട് ഇങ്ങനെ വരും, അതിന്നെ അസുഖമായിരിക്കാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് ഒരിക്കലും പ്രയാസപ്പെടണ്ടെന്ന് പറഞ്ഞ്. എൻ്റെ മകൻ്റെ പ്രായമുള്ള ആ മക്കൾ പറയും, ഡോക്ടർമാർ പറയുന്നത്, അമ്മ പേടിക്കണ്ടെന്ന് പറഞ്ഞ് വിളിച്ചെന്നെ കയറ്റി. അവർ സ്കാനിങ് എടുത്തതും എൻ്റെ കയ്യിൽ ജവമാല പിടിച്ചും കൊണ്ടുള്ള കണ്ണീരൊഴികളെ പ്രാർത്ഥനയായിരുന്നു. എനിക്ക് ക്യാൻസർ ആവല്ലേ, എൻ്റെ കൃപാസനമ്മേ, എന്നെ അന്വേഷിക്കാൻ ആളില്ല, ഞാനും എൻ്റെ ഭർത്താവും കടക്കാറാണ്, എൻ്റെ വസ്തു ജപ്തി കിടക്കണ്, ഒരു നിവൃത്തിയില്ല, എൻ്റെ മകൾക്കും അങ്ങനെയുള്ള ഒരു ജോലിയില്ല, ഞങ്ങളെ അന്വേഷിച്ച് സഹായിക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല. ഈ ക്യാൻസർ എന്നുള്ള രോഗം എനിക്കായിരിക്കല്, എനിക്കത് വേറെ എന്തെങ്കിലുമായി എനിക്കത് മാറണേ എന്ന് പ്രാർത്ഥിച്ച് അവരെന്നെ വിളിച്ച്. അവർ സ്കാനിങ് എടുത്ത് ആ റിസൾട്ട് കൊണ്ട് കാണിച്ചപ്പം ഞാൻ കണ്ട ഡോക്ടർ, സർജറി ഡോക്ടർ, അവർക്ക് അപ്പോഴും പോയി. അവർ ഉച്ചയ്ക്ക് ശേഷം ഇല്ലായിരുന്നു. വേറെ ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് 3ാമത്തെ സ്റ്റേജായിപ്പോയി.
അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കണം, ക്യാൻസർ ആവാനാണ് ചാൻസ് എന്ന് ആ ഡോക്ടർ പറഞ്ഞ് ആ നിമിഷം ഞാനും എൻ്റെ മകളും തകർന്നു പോയി. അപ്പോഴെൻ്റെ മകളും ഞാനും കൂടെ പുറത്ത് ഉറങ്ങിയെന്ന്. ഞാൻ വിളിക്കണ എല്ലാം കൃപാസന മാതാവ്, എനിക്കറിയില്ല കൃപാസന എവിടെയെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ജപമാലയും പിടിച്ചും കൊണ്ട് ഞാൻ കണ്ണീരൊഴുകി പിടിക്കുന്നത്. 15 വർഷം കൊണ്ട് ഞാൻ ഒരു കുരിശടി കഴിവെടുക്കുകയും വിളക്ക് എത്തിക്കുകയും ലൈറ്റ് ഇടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ കൈവിടൽ കൃപാസനമ്മ മാതാവേ എന്നുള്ള വിട്ടുവിളിയാർന്ന്. ഞാൻ അവിടെ വന്ന് ഉടമ്പടി എടുത്തിരിക്കാൻ ഞാനും എൻ്റെ മകളും. പക്ഷേ എനിക്ക് ക്യാൻസർ ആയിരിക്കല്ലേ, എനിക്ക് വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് ക്യാൻസർ എന്നുള്ള രോഗം വരില്ലേ എന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് അവർ ആ ഡോക്ടറെ കാണിച്ച് ഉടനെ മകളെ വിളിച്ചു പറയണം, ബയോപ്സി ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ, പൈസ ഉണ്ടോയെന്ന് ചോദിച്ച്. മകൾ പറഞ്ഞു അത് ഇപ്പം തന്നെ ചെയ്യണം, അതുകൂടെ ഞങ്ങൾക്ക് അറിയണം ഡോക്ടറെ എന്ന് പറഞ്ഞ്. ഉടനെ അതുകൊണ്ട് കയറിയപ്പോഴും ആ ഡോക്ടറിൻ്റെ നെഞ്ചിൽ സൃജി കൊണ്ട് വെച്ചപ്പോൾ എൻ്റെ നെഞ്ചിനകത്ത് കണ്ണീര് 2 സൈഡിലൂടെയും കണ്ണീരിൽ നിന്ന് രക്തം ഒഴുകണ്. അപ്പോഴാ ഡോക്ടർ പറയുന്നത് പേടിക്കണ്ട, ഇത് പലർക്കും ഇങ്ങനെ വരുന്നതാണ്, അതെന്താണെന്ന് പേടിക്കണ്ട, ക്യാൻസർ ആവാൻ അങ്ങനെ ഒരു ഇതല്ല, അമ്മ ധൈര്യമായിട്ടിരിക്കുന്നതാണ് അവരും എനിക്ക് ധൈര്യം തരണത്. എന്നാലും ഞാൻ എൻ്റെ കയ്യിൽ ജപമാലയും പിടിച്ചുകൊണ്ട് ഒറ്റ വിളിയും വിളിച്ച് എൻ്റെ കണ്ണിൽ നിന്ന് രക്തം ചിന്തിക്കൊണ്ടിരുന്നു. അവർ കുത്തി ടെസ്റ്റ് ചെയ്ത് ഉടനെ അവർ പിറ്റേ വ്യാഴാഴ്ച, ഒരു വ്യാഴാഴ്ചയാണ് ഞങ്ങളവിടെ പോണത്, പിറ്റേ വ്യാഴാഴ്ച ആ റിസൾട്ട് കിട്ടുകയുള്ളൂ എന്നവർ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഞാൻ ആഹാരം കഴിക്കില്ല, കുളിക്കില്ല, നനയ്ക്കില്ല, ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, ഒരേ കിടപ്പായിരുന്നു. എൻ്റെ ശരീരത്തിൽ തീരെ അങ്ങ് ഞാൻ ഒരു രോഗിയായ അവസ്ഥയായി. പുറത്തിറങ്ങാൻ എനിക്കൊരു മടിയായിരുന്നു. ആരും എന്നെ ശ്രദ്ധിക്കുമെന്നുള്ള പേടിയിൽ ഞാൻ എൻ്റെ വീട് വിട്ടിറങ്ങിയില്ല. എൻ്റെ ഭർത്താവിനുടെയും മകളുടെയും പറഞ്ഞ് മക്കളെ ഇത് ആരുടെയും പറയല്ലേ, എന്നെ ഒരു ക്യാൻസർ രോഗിയായിട്ട് ആരും കാണല്ലേ, ആരുടെയും ഈ സംഭവം പറയല്ലേ, ഇതെന്താണെന്ന് അറിയട്ടെ എന്ന് വിചാരിച്ച് വിളിച്ച് ആ ഒരാഴ്ച ഞാൻ ജപമാലയും ചൊല്ലി കൃപാസനമ്മ മാതാവിനോട് കണ്ണീരൊഴുകി പ്രാർത്ഥിച്ച് ഞാൻ അവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുക, ഞാൻ സാക്ഷ്യം പറഞ്ഞിരിക്കുക, എനിക്ക് അടുത്ത ആഴ്ചയിൽ ഇതറിയുമ്പോൾ ഇത് ക്യാൻസർ ആവില്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് 3-ൻ്റെ അന്ന് അവിടെ ഒന്ന് വിളിക്കണേ കൃഷ്ണകുമാരിക്ക് എന്താണ് ഈ ബയോസി ചെയ്യുക, എന്താണ് അസുഖം വന്നതെന്ന് എൻ്റെ മകളെ വിളിച്ച്. മകൾ പറയണം അമ്മയ്ക്ക് നെഞ്ചിലൊരു മുഴയായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ മകളോട് ചോദിക്കുന്നത് എന്ത് മക്കളെ എനിക്ക് ക്യാൻസറാണ്, ഇല്ല അത് അവർ സംശയം ചോദിച്ചെന്താണെന്ന് പറഞ്ഞ്. പിറ്റേ വ്യാഴാഴ്ച ആ റിസൾട്ടിന് ഞങ്ങൾ പോയപ്പോൾ ഡോക്ടർ ആ റിസൾട്ട് എന്നെ റൂമിൽ വിളിച്ച്, അന്ന് എൻ്റെ ഭർത്താവും കൂടെ വരെയാണ്, അവിടെ പോയി വിളിച്ച് അവർ ചോദിച്ച് അമ്മയ്ക്ക് എന്തായാലും ക്യാൻസർ അല്ല, ഇതൊരു ഇൻഫെക്ഷനിലാണ് വന്നത്, പേടിക്കാനില്ല അമ്മ, വൈറ്റമിൻ്റെ ഗുളിക കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ്. അവിടെ ഇരുന്നു കൊണ്ട് എൻ്റെ ഭർത്താവും ഞാനും നെറ്റിയിൽ കുരിശ് വരച്ച് കൃപാസനമ്മയെ കോടാനക്കോടി നന്ദി, എൻ്റെ അമ്മ ചെയ്ത അത്ഭുതത്തിനും അടയാളത്തിനും എനിക്ക് കോടാനക്കോടി നന്ദി. ഞാൻ യെശയ്യാ പ്രവാചക അധ്യായത്തിൽ ഞാൻ 45-ാം അധ്യായം 2-ാം വചനത്തിൽ ഞാൻ വായിക്കും, എന്ന് നിരന്തരം എടുത്ത് എനിക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചലാൽ തകർക്ക ഇരുമ്പോഴിലൊടുക്കുകയും ചെയ്യുന്ന വചനത്തിൽ കൂടെ ഞാൻ ആ വചനം പ്രാബല്യത്തിലെടുത്ത് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ വസ്തു അതെനിക്കൊരു നിയോഗമായിരുന്നു, എൻ്റെ ഈ രോഗം മാറിക്കിട്ടിയേന്. എൻ്റെ കൃപാസനമ്മയ്ക്ക് ഞാൻ വന്ന് 2025 ജനുവരി മാസം 11-ാം തീയതി വന്ന് ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുക്കണ്. ഞാനും എൻ്റെ മകളും കുഞ്ഞുങ്ങളും വന്ന് അവളും ഞാനോട്ടൊന്ന് ഉടമ്പടി എടുക്കണ്. ആ ഉടമ്പടി നിയോഗത്തിൽ ഞാൻ 6 നിയോഗങ്ങൾ വയ്ക്കുന്നു. ഒന്ന്, എൻ്റെ വസ്തു 10 വർഷക്കാലമാവണം, ഞങ്ങൾ ലോൺ എടുത്തിട്ട് 8 ലക്ഷം എടുത്തോളൂ, 1.5 ലക്ഷം രൂപ അടച്ച് ഞങ്ങൾക്ക് അടയ്ക്കാൻ പിന്നെ നിവർത്തിയില്ല, ആ വസ്തു വിഴുന്നു പോയി. അവർ നിത്യവും വന്ന് ഞങ്ങളെ വീട്ടുകാരെ വന്ന് ഭീഷണിയാക്കുകയും ഞങ്ങളെ ബാങ്കുകാർ വന്ന് ജപ്തി ഒട്ടിക്കുകയും എന്നെ അനാവശ്യമായി പറഞ്ഞ് സംസാരിച്ചിട്ടേയും പോവുകയും ചെയ്യും. വീട്ടിൽ ഞാൻ തൊഴിലുറപ്പിന് പോകാത്ത സമയം കഥ പടച്ചിട്ടിരിക്കണം, ഞാൻ എൻ്റെ കഴുത്തിലൊരു നൂല് മാല കിടക്കും. ബാങ്കുകാർ തന്നെ നോക്കിയിട്ട് ഈ മാല ഞാൻ എൻ്റെ സ്ലാപ്പിൻ്റെ അടിയിൽ എറിഞ്ഞിട്ടാണ് ഞാൻ ഓടുന്നത്. എന്തെന്ന് ചോദിച്ചുമ്പോൾ അവർ പറയും നിങ്ങളിവിടെ നിറങ്ങേണ്ടി വരും, നിങ്ങളെ വസ്തു ഞങ്ങൾ ലേലത്തിൽ കൊടുക്കുകയാണ്, ആ ഞങ്ങളത് ലേല നോട്ടീസ് ഒട്ടിക്കുകയാണ്, എത്രയും പെട്ടെന്ന് നിങ്ങൾ വസ്തു ക്ലോസ് ആക്കണം. ഞങ്ങൾക്കൊരു ചിട്ടിയുണ്ട്, ഈ വസ്തു വീഴുന്നപ്പം ഞങ്ങൾ KSFിൽ ഒരു ചിട്ടി കെട്ടി, ആ ചിട്ടി കെട്ടി 6 മാസമാകുമ്പോൾ 15 ലക്ഷം രൂപയ്ക്ക് ആ ചിട്ടി ഞങ്ങൾക്ക് എൻ്റെ പേരിനാണ് കെട്ടിയത്. ആ ചിട്ടി 15 ലക്ഷം രൂപ ഞങ്ങൾക്ക് ചിട്ടി വീണ്. എന്നാൽ വീഴുന്നെങ്കിലും ആ ചിട്ടി ഞങ്ങൾക്ക് തിരിച്ച് വാങ്ങിക്കാൻ ഒരു നിവൃത്തിയില്ല, അതിനുള്ള പൊറുപ്പ് കൊടുക്കണം, സഹായിക്കാൻ ആരുമില്ല. മകൻ ഒരു വിവാഹം കഴിഞ്ഞ മകൻ്റെ ഭാര്യ എനിക്ക് വസ്തു തന്നിട്ട് അവൾക്ക് മനസ്സോടെ അവൾ തന്നില്ല. ഈ വസ്തുവും പോവും ആ വസ്തുവും പോകും എന്നുള്ള ഇതിൽ അവർക്ക് മനസ്സില്ല, അവളും തന്നില്ല. തിരിച്ചങ്ങനെ ഞാനും എൻ്റെ ഭർത്താവ് ഒറ്റപ്പെട്ട ഒരു ജീവിതമായി എൻ്റെ വീട്ടിൽ. ബാങ്കുകാർ വന്ന് ഓരോ ദിവസം ഞങ്ങളെ ഈ രോഗത്തിൽ ഞങ്ങൾ ഓരോരോ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വന്ന് ഞങ്ങളെ വീട്ടിൽ വന്ന് കതവ് തള്ളുകയും കതവിലിടിക്കുകയും നോട്ടീസ് ഒട്ടിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. ഞങ്ങൾ ഈ പള്ളിക്കാർക്ക് വിൽക്കും വസ്തു, ലേലം ഒട്ടിക്കും, നിങ്ങൾ ഇന്ന് ഇറങ്ങിയേ പറ്റൂ, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ റോഡും കരയിലെ
വസ്തു, എന്ത് 5 സെൻറ്റ്, പക്ഷേ ഞങ്ങളെ വസ്തു ആരും എടുക്കണില്ല. ഞങ്ങളെങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി കുറേ പേർക്ക് ആഗ്രഹമാണ്, ലേലത്തിൽ പോകാൻ വേണ്ടി. എന്നാൽ എൻ്റെ കൃപാസനമ്മ മാതാവ് എന്നെ അതിലും വിട്ടില്ല. എനിക്ക് അതിലും ദൈവം എന്നെ എനിക്ക് അനുവദിച്ച് എനിക്ക് അനുവാദം തന്നു. എൻ്റെ മാതാവേ, കൃപാസനമ്മയെ, ഞാൻ 6 നിയോഗം ഫസ്റ്റ് ഉടമ്പടിയിൽ ഞാൻ വെച്ച്. ഒന്ന് എൻ്റെ വസ്തുവിൻ്റെ നിയോഗമായിരുന്നു. അടുത്ത ഉടമ്പടിയിൽ വരുമ്പോൾ എൻ്റെ വസ്തു എനിക്ക് ലേലത്തിൽ നിന്ന് ഒഴിവാക്കി എനിക്ക് തന്നേ പറ്റൂ. എൻ്റെ ഈ ചിട്ടിയിൽ നിന്നും പൈസ എടുത്ത് എനിക്ക് മറിക്കേണ്ട വഴി എനിക്ക് വാതിൽ തുറന്നേനും കൃപാസനമ്മയെന്ന് വിളിച്ച്. അങ്ങനെ ഒരിക്കൽ ഞാനും എൻ്റെ ഭർത്താവും കൂടെ ആ ബാങ്കുകാരടുത്ത് പോയി. എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പ് ഉണ്ടായിരുന്നു, ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു. ആ സെക്രട്ടറി ഒരു കാരണവശാലും ഒതുങ്ങണില്ല, 17 ലക്ഷം രൂപയ്ക്ക് ആ സ്ത്രീക്ക് വേണം എന്ന്. ആ പ്രസിഡൻറ്റ് എൻ്റെ കരച്ചിലുണ്ട്. അവരങ്ങനെ ഞാൻ ഈ അവസ്ഥകളെല്ലാം പറഞ്ഞപ്പോൾ അങ്ങേർക്ക് ചെറിയൊരു മനസ്സുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഉടമ്പടി ഉപ്പ് അങ്ങേരറിയാതെ ഒരു നുള്ളെടുത്ത് ആ കസേരയുടെ അടിയിൽ തൂറ്റിയിട്ട് ഞങ്ങൾ പറഞ്ഞ് 12 ലക്ഷം രൂപ ഇല്ല, 12 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ നിങ്ങൾ ഒതുക്കിയെടുക്കാം. എന്നാൽ ഞങ്ങൾ ഒരു വഴിയും കണ്ടില്ല, ഇതെങ്ങനെ മറിക്കും എന്ന് ഞങ്ങൾക്കറിയില്ല. ചിട്ടി ഞങ്ങൾക്ക് ബാങ്കിൽ വീഴുന്ന് കിടക്കുകയാണ്, പക്ഷേ ഇതിന് പൊറുപ്പ് കൊടുക്കാൻ ഒരു നിവർത്തിയില്ല. അങ്ങേര് പറഞ്ഞില്ല 12 ഒതുങ്ങില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഉപ്പും തൂറ്റിയിട്ട് പ്രതീക്ഷ ഉറപ്പുണ്ട് എൻ്റെ കൃപാസനം എന്നെ കൈവിടില്ല എന്ന്. ഞാൻ വീട്ടിൽ വന്ന് 3-ൻ്റെ അന്ന് അവർ വിളിക്കണ്, നിങ്ങൾ ബാങ്ക് വരെ വരണമെന്ന് പറഞ്ഞു. ജോണേ, എൻ്റെ ഭർത്താവിൻ്റെ പേര് ജോൺ എന്നാണ്. ജോണേ, ബാങ്ക് വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും വീണ്ടും പോയപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് 14 ലക്ഷം ഇല്ല, ഞങ്ങൾക്ക് പറ്റില്ല, 12, അതും ഞങ്ങൾ ഇതുവരെയും പൈസ കണ്ടില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ എൻ്റെ മകളെ ഭർത്താവ് ഒരു മദ്യപാനിയല്ല, ഒരു പുകവലിയല്ല, ഒരു കൂട്ടുകെട്ടില്ല. എനിക്ക് ദൈവം അറിഞ്ഞ് എൻ്റെ മകനെക്കാലം തന്നതാണ്. എൻ്റെ ഒരു മകനാണ് എനിക്ക് ദൈവം നല്ല മനസ്സോടെ എനിക്ക് എളിമയോടെ ഒരു മകനെ തന്ന്. ആ മകൻ പറഞ്ഞ് അവളെ കഴുത്തി കിടക്കണ ഉരുപ്പടി എല്ലാം കുഞ്ഞുങ്ങളെ എല്ലാം കൂടെ പണയം വെച്ച് ആ വസ്തുവിൻ്റെ ലോൺ തീർക്കുക. ഇനിയിപ്പോൾ അമ്മയും പപ്പയും കൂടെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ, വയസ്സുകാലത്ത് എവിടെ പോകും, പറ്റില്ല എന്ന് പറഞ്ഞ് ആ 12 ലക്ഷം അവളെ സ്വർണവും കൊണ്ട് വെച്ച് ഈ ബാങ്കിൽ നിന്ന് ബാക്കി പൈസ 9 ലക്ഷം രൂപ KSF നിന്ന് നിങ്ങൾ പിൻവലിക്കുന്നു. അത് മറിച്ച് അവിടെ കൊണ്ടുപോയപ്പോൾ ബാങ്കുകാർ ഒരിക്കലും ഒതുങ്ങില്ല. അങ്ങേര് പറയണ ഞങ്ങൾ ഒരാഴ്ച കഴിയട്ട് ഞങ്ങളിതിലൊരു കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴെൻ്റെ മകൾ പറഞ്ഞു, അതെങ്ങനെ പറ്റും, എൻ്റെ അമ്മയും പപ്പയ്ക്കും സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളെ ചതിക്കുന്നത്. എൻ്റെ കെട്ടുതാലി വെച്ചാണ് ഞാൻ ഈ പൈസ കാശ് മറിച്ച് എൻ്റെ അമ്മയും പപ്പയും വിചാരിച്ച് കൊണ്ടുവന്നത്. ഞങ്ങളെങ്ങനെ പൊറുപ്പിൽ നിങ്ങൾക്ക് ഈ 12 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ട് തരും, പക്ഷേ ഞങ്ങൾക്ക് ഇതിൽ പൊറുപ്പ് വേണമെന്ന് പറഞ്ഞ്. എവളെ സംസാരം കണ്ട് ആ പ്രസിഡൻറ്റ് ഈ ഉടമ്പടി ഉപ്പിൻ്റെ ശക്തിയിലെന്തോ അങ്ങേരെ മനസ്സലിവ് തോന്നി. അങ്ങേര് പറഞ്ഞു, നിങ്ങളൊരു അപേക്ഷ എഴുതി വെച്ചിട്ട് പോയി എന്ന് പറഞ്ഞ്. അവളൊരു അപേക്ഷ എഴുതി 12 ലക്ഷം രൂപ ഞങ്ങളിത് അടച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അപേക്ഷ എഴുതി. അത് കഴിഞ്ഞ് ഒരാഴ്ച ആയപ്പോൾ അവിടെ നിന്ന് വിളിക്കണം, നിങ്ങളെ ലോൺ ക്ലോസ് ആണെന്ന് പറഞ്ഞ്. ആ ക്ലോസാക്കി തന്ന എൻ്റെ കൃപാസനമ്മയ്ക്ക്, എൻ്റെ അമ്മയുടെ പൊന്നോമന പുത്രനായ എൻ്റെ ഈശോയ്ക്കും കോടാനുകോടി നന്ദിയാണ്. നിങ്ങൾ ചിട്ടി വീഴുന്നേ, ഇപ്പം ആ ചിട്ടി ഞങ്ങൾക്ക് അടയ്ക്കാന്ന്. ചിട്ടി വീഴാൻ കാരണം എൻ്റെ കൃപാസനമ്മയുടെ മാതാവിൻ്റെ വിളിയാണ്, എൻ്റെ മാതാവിൻ്റെ. ഞങ്ങളെ നടയിലും ഒരു കുരിശടിയുണ്ട്. ഞാൻ എപ്പോഴും മാതാവിന് അടുത്ത് ജീവിക്കുന്നവളാണ്. ഞാൻ ഹിന്ദുവായിരുന്ന സ്ത്രീ, ഞാൻ ഒരു ക്രിസ്ത്യാനി ആയവളാണ്. ഇന്ന് എൻ്റെ മാതാവിനെ കവിഞ്ഞ് എനിക്കൊന്നുമില്ല. ഞാനിത് 4ാമത്തെ ഉടമ്പടിയാണ്. ഞാൻ 4 വ്യക്തികളെ കൊണ്ടുവന്ന് ഞങ്ങളെ ചെലവിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. 4 പേരെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. എൻ്റെ മകളിതാ 2ാമത്തെ പ്രാവശ്യമാണ്, ഞാൻ 4ാമത്തെ പ്രാവശ്യമാണ്. ഞാൻ പത്രങ്ങൾ കൊണ്ടുവന്ന് മറ്റുള്ള പലരും കൊണ്ടുവന്ന് കുരിശടി ഇടും പോലെ ഞാൻ കൊണ്ടങ്ങനെ ഇടില്ല. ഞാൻ ആശുപത്രികളിൽ റോഡുകളിൽ ഇറങ്ങി ഞാനും എൻ്റെ ഭർത്താവും കൂടെ വണ്ടിയിൽ പോയി ഞങ്ങൾ പലർക്കും എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വിതരണങ്ങൾ ചെയ്യും. പൊതുച്ചോറ് ആര് വന്ന് ചോദിച്ചാൽ എനിക്ക് എന്ത് തിരക്ക് കാര്യമായിരുന്നാലും എന്ത് ബുദ്ധിമുട്ട് ദാരിദ്ര്യത്തിലായിരുന്നാലും ഞാൻ പൊതുച്ചോറ് മുടക്കം വരുത്തില്ല. ആര് വന്ന് ചോദിച്ചാലും ഒരു പൊതിയാണ് ചോദിക്കണമെങ്കിൽ ഞാൻ അതിൽ കവിഞ്ഞും എന്നെക്കൊണ്ട് പറ്റുന്ന പൊതി ഞാൻ കൊടുക്കും. എന്നെക്കൊണ്ട് ആരോ കൊണ്ട് പറ്റുന്ന സഹായമെന്ന് ആര് ചോദിച്ചാൽ എൻ്റെ വീട്ടിലുള്ള സാധനം ഞാൻ മുടക്കം വരാതെ കൊടുക്കും. കുർബാന എൻ്റെ തൊട്ട് മുറ്റത്താണ് എനിക്ക് പള്ളി. ഞാൻ കുർബാനയ്ക്ക് പോകാൻ പറ്റുന്ന ദിവസങ്ങളെല്ലാം കുർബാനയ്ക്ക് പോകും. ഞാൻ ജപമാല എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസങ്ങൾ 5:30-ക്കുള്ള പ്രാർത്ഥന എനിക്ക് ചിലപ്പോൾ എണീക്കാൻ പറ്റാ ചില സാഹചര്യമായിരിക്കും. എന്നാൽ ആ പ്രാർത്ഥന ഞാൻ മുടക്കം വരുത്തില്ല, ബൈബിൾ മുടക്കം വരുത്തില്ല. ഞാൻ എൻ്റെ കൃപാസനമ്മയുടെ ഈ പുസ്തകം എടുത്ത് വെച്ച് വായിച്ച് ഞാൻ സങ്കല്പിച്ച് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുമോ, എനിക്കത് ഇന്നും സാധിച്ചു തന്നിട്ടേ ഉള്ളൂ. ഈ നിമിഷം വരെയും എനിക്ക് ഇനിയും നിങ്ങളെല്ലാവരും കൃപാസനമേ കൈവിടാത്തവണ്ണം പ്രാർത്ഥിച്ച് നിങ്ങളെല്ലാവരും ഉടമ്പടി എടുക്കണവർ അതിൻ്റേതായ ഭക്തിയിൽ അതിൻ്റേതായ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ച് നിങ്ങൾ നന്മ കൊണ്ട് ജീവിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതെനിക്ക് ഈ സാക്ഷ്യം ഇവിടെ പറയാൻ തന്ന കൃപയ്ക്കും എൻ്റെ വാക്കിനുമെല്ലാം എൻ്റെ കൃപാസന അമ്മയ്ക്കും എൻ്റെ തിരുകുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവിൻ.
അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. ജോയലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 23-ാം വചനമാണ്. 10 വർഷത്തോളം ഉണ്ടായിരുന്ന ഒരു ലോണായിരുന്നു. 8 ലക്ഷം രൂപയാണ് എടുത്തത്. പക്ഷേ അത് 17 ലക്ഷമായി. ഹസ്ബൻഡിന് രോഗമായി. ലോൺ അടയ്ക്കാനായിട്ട് സാധിക്കാത്ത അവസ്ഥയിൽ അത് 17 ലക്ഷമായി. കയ്യിലൊന്നുമില്ല. ജപ്തി നോട്ടീസ് വന്ന് വീടിൻ്റെ വാതിൽക്കൽ ഒട്ടിച്ചു. ഒരു പ്രതീക്ഷയുമില്ല, ഒരു വാതിലില്ല പോകാനായിട്ട്. ആ സമയത്താണ് അവിടെയും ഈശോയും അമ്മയും ഇവിടെ കരം പിടിച്ച് നയിക്കുന്നതായിട്ട് നാം കാണുന്നത്. അതാണ് പറഞ്ഞത്, യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അവരുടെ ആ നിരാശപ്പെട്ട നിമിഷത്തിൽ, കണ്ണുനീരിൻ്റെ ആ സമയത്ത് ഈശോയും അമ്മയും കൂടെ നിൽക്കുകയായിരുന്നു. പിന്നീട് പെട്ടെന്ന് ഇവർ 4 ചുറ്റും ഓടിയപ്പോഴാണ് KSFയിലെ ഒരു ചിട്ടിയിൽ, അത് വളരെ കാലമായിട്ട് അങ്ങനെ കിടക്കുകയായിരുന്നു, അത് പെട്ടെന്ന് ചിട്ടി വീഴുകയും അവർക്ക് ആ പൈസ ലഭിക്കുകയുമായിരുന്നു. 15 ലക്ഷം ഒരു പെട്ടെന്ന് കിട്ടുകയായിരുന്നു. ഒരിക്കലും ഒരു 5 പൈസ കയ്യിലില്ലാത്ത സമയത്ത് ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ആ ചിട്ടി വീണ കാശ് കിട്ടുന്നത്. അതുതന്നെ പെട്ടെന്ന് അവർക്ക് അവരുടെ ലോണിൻ്റെ അടയ്ക്കാനായിട്ട് സാധിക്കുകയും ജപ്തി നോട്ടീസിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്തത്. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം വീട്ടുകാരും കുടുംബക്കാരും ബന്ധുക്കാരും എല്ലാം സഹായിച്ച് അത് അസാധ്യമായെന്ന് തോന്നിയ ഒരു നിമിഷമാണ്. കാരണം എല്ലാം കൈവിട്ട് പോയ നിമിഷം. ഇനി നമ്മുടെ കയ്യിലൊന്നുമില്ല, നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം വീടിന് ജപ്തിയായി, ലോണായി. അത് അവർ പല രീതിയിൽ ഉള്ള കാര്യങ്ങൾ അവർ തീരുമാനമെടുക്കുകയാണ്. എല്ലാം ഇനി എങ്ങോട്ട് മുന്നോട്ട് പോകുമെന്നുള്ള നിമിഷത്തിൽ പെട്ടെന്നാണ് ആ ചീട്ടി വീണ് നമുക്ക് കാശ് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിലെ മക്കളുടെ കാര്യം. സമയചുരുക്കത്തിൻ്റെ അമ്മയോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. 10 വർഷം കിടന്ന ലോണാണ്, കിട്ടാത്ത പൈസയാണ്. ആ ജപ്തിക്കാർ നോട്ടീസ് അടിച്ചതിന് ശേഷമാണ് എത്ര പെട്ടെന്നാണ് ഈശോയും അമ്മയും ഇവരുടെ കാര്യത്തിൽ ഇടപെട്ടത്. ഇതാണ് പറയുന്നത്, ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന്. ഐസയ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം വചനം പറയുന്നത് പോലെ, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തുമെന്ന് പറഞ്ഞ ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നിരാശപ്പെടുന്ന നിമിഷങ്ങളിൽ, കണ്ണുനീരിൻ്റെ നിമിഷങ്ങളിൽ നമ്മളെ കരി പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ഈശോയും അമ്മയുമാണ് നമ്മുടെ കൂടെയുള്ളത്. ജപ്തി നോട്ടീസ് അടിച്ചതിന് ശേഷമാണ് ആ കിട്ടാതിരുന്ന പൈസ KSFയുടെ ചിട്ടി 15 ലക്ഷം പെട്ടെന്ന് കിട്ടുകയും അസാധ്യമായി കിടന്ന ആ സാഹചര്യം സാധ്യമാക്കി തന്ന ദൈവമാണ് കൂടെയുള്ളത്. 10 വർഷം വെറും 6 മാസത്തെ ഉടമ്പടി ജീവിതത്തിലുള്ള അനുഭവത്തിൽ നിന്നാണ് ഈ മക്കൾ തീഷ്ണതയോടെ വിശ്വാസത്തിൽ കൂടുതൽ വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചപ്പോഴാണ് ഈശോയും അമ്മയും ഇവരുടെ കണ്ണുനീര് സന്തോഷമാക്കി മാറ്റിയത്. ഈ മകൾ പറഞ്ഞത്, കുടുംബത്തിൽ എല്ലാവരും ഉടമ്പടിയിലാണ്. അച്ഛനും അമ്മയും പള്ളിയിൽ സന്തോഷത്തോടെ കൃപാസനം അമ്മയുടെ അരികിൽ വരുന്നു. ഹസ്ബൻഡ് അവിടെ ഇരിപ്പുണ്ട്, മക്കളുമുണ്ട്. ഹസ്ബൻഡും മക്കളും എല്ലാം കുടുംബത്തിൽ എല്ലാവരും ഉടമ്പടി ജീവിതം നയിക്കുന്ന ഒരു കുടുംബമാണ്. വിശ്വാസ കൈമാറ്റമുണ്ട്. മറ്റുള്ളവർക്കും തീഷ്ണതയോടെയാണ് ഉടമ്പടി പത്രം വിതരണം ചെയ്യുന്നത്. അതും മറ്റുള്ളവരെ അറിയാത്തവരെ ആഴപ്പെടുത്താനും അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ഇവരുടെ ശ്രമം, അതും ഇവരുടെ ഒരു കുടുംബമായിട്ടാണ് ഇവർ പത്രം കൊടുക്കുകയും മറ്റുള്ളവരോട് കൂടുതൽ ജീവിതത്തിലെ ഉടമ്പടി ജീവിതത്തെപ്പറ്റി പറയുകയും ചെയ്യുന്നത്. 4 പ്രാവശ്യം പുതുക്കിയ ഒരു ഉടമ്പടി ജീവിതമാണ്. 4 പ്രാവശ്യം മറ്റുള്ളവരെയും കൂടെ ഈ ആലയത്തിൽ പരിശുദ്ധമ്മയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരാനുള്ള ആ തീഷ്ണതയാണ് നമുക്കും വേണ്ടത്. നമ്മുടെ ജീവിതത്തിലും കണ്ണുനീരിൽ നിന്ന് സന്തോഷത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. വരണ്ട ഹൃദയത്തിൽ കാത്തിരിക്കാനുള്ള ക്ഷമയും വിശ്വാസവും തരണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ കൃപയുടെ സ്രോതസ്സാണ്. ആ അനുഗ്രഹത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്നത് നമ്മുടെ അമ്മയാണ്. അമ്മയുടെ ഇടപെടലിലൂടെ ദൈവം നമുക്ക് ആവശ്യമായതെല്ലാം നമ്മളെ അനുഗ്രഹിച്ചു തരുന്നു. അമ്മയുടെ മധ്യസ്ഥം വഴിയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും നന്മയ്ക്കും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും കൃഷ്ണകുമാരിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.